ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 6 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങുന്നതിനും 4-5 ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില പോർഷൻസ് നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ വരാൻ പോകുന്ന SSLC ക്രിസ്മസ് എക്സാം എത്ര വ്യൂസ് ഉണ്ടാവുകയില്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട്, ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാര്യം എന്താണെന്നറിയോ, MS സൊല്യൂഷൻസിൻ്റെ ഈ ഒരു ചാനൽ കാരണം നിരവധി പ്ലാറ്റ്ഫോമുകൾക്ക്, ഓഫ്ലൈനിലും ഓൺലൈനിലുമുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളെയാണ് നല്ല രീതിയിൽ തിരിച്ചടിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ കണക്ക് പ്രകാരം, ഏതാ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ കണക്കുകൾ പ്രകാരം മിനിമം 5000-ഓളം അഡ്മിഷൻസാണ് അവർക്ക് വരുന്ന 2025 നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. MS സൊല്യൂഷൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് തകർക്കണമെന്നുള്ള രീതിയിൽ മീറ്റിംഗ് വരെ കണ്ടക്ട് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. MS സൊല്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ വെക്കുമോ? ഇല്ല. അല്ലെങ്കിൽ MSനെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പിന്നെ നമ്മുടെ അധ്യാപകരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ചടങ്ങ്. നെഗറ്റീവായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ആ വിദ്യാഭ്യാസ മാഫിയ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. എന്നെ വിശ്വസിച്ച എൻ്റെ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, കല്ലെറിയുന്നവർ അപ്പുറത്ത് നിന്ന് കല്ലെറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യെസ്, അതായത് ഞാൻ 6 ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഞാൻ പബ്ലിക് ആക്കുകയും ഏകദേശം ഒരു 6000-ഓളം ആൾക്കാർ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അത് പബ്ലിക്കായ ഉടനെ എൻ്റെ കുടുംബക്കാരായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അത് വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട, അതൊന്നും അങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചു. ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമായി കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും മേ ബി ഇന്ന് കേൾക്കുന്നത് MS സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എന്നായിരിക്കും. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എന്നെ വിശ്വസിക്കുന്ന അധ്യാപകരും ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കേൾക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തേത്, SSLC മെയിൻ എക്സാം 2023-24, അതായത് ഈ വർഷം മാർച്ച് മാസത്തിൽ നടന്ന പരീക്ഷ. ആ പരീക്ഷയിൽ കേരളത്തിൽ ഒരുപാട് SSLC പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിട്ടും MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനാണ് പബ്ലിക് എക്സാമിൽ, നോട്ട് ദ പോയിന്റ്, പബ്ലിക് എക്സാമിൽ 55,000 കുട്ടികൾ ഒരേപോലെ കൺകറന്റ് വ്യൂവേഴ്സ് നേടിത്തന്ന ഒരു ലൈവായിരുന്നു, അല്ലെ ഒരു സീരീസ് തന്നെയായിരുന്നു. അതായത് SSLC മെയിൻ എക്സാമിന് കേരളത്തിലെ 55,000 കുട്ടികളാണ് അന്ന് കൺകറൻ്റായിട്ട് എൻ്റെ ചാനലിലേക്ക് ലൈവുകൾ കാണാൻ വേണ്ടി വന്നിരുന്നത്. അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും UAE-യിലും അബുദാബിയിലും ഒക്കെ ഇരുന്നിട്ട് സ്റ്റേറ്റ് സിലബസിൻ്റെ ലൈവ് കാണാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 55,000 എന്ന് പറയുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അതൊരു എൻഡിയർ ഹിസ്റ്ററി ആയിരുന്നു. അന്ന് കേരളത്തിലെ പല ഭൂരിഭാഗം വരുന്ന വലിയ വലിയ പ്ലാറ്റ്ഫോമുകളുടെ മേധാവികളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. MS കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയുന്ന പല കോച്ചിങ് സെൻ്ററുകളിലെ അധ്യാപകരെന്നെ വിളിച്ചു, എന്നെ അറിയുന്ന പല സ്കൂൾ അധ്യാപകരെന്നെ വിളിച്ചു, ഉയരട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചൊരു നിമിഷമായിരുന്നു SSLC മെയിൻ എക്സാം 2024. അത് കഴിഞ്ഞ് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നു. SSLC ഓണം എക്സാം വരുന്നു. ഓണം എക്സാമിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ SSLC കുട്ടികൾ ലൈവിലേക്ക് വന്നത് MS സൊല്യൂഷൻസിൻ്റെ ലൈവിലേക്കായിരുന്നു. അത് 35,000 എന്ന സംഖ്യയായിരുന്നു. അതിൽ കൂടുതൽ കഴിഞ്ഞ ഓണപരീക്ഷയിലേക്ക് വന്നിട്ടില്ല. സോ 2024 മാർച്ച് പരീക്ഷയിലും ഓണപരീക്ഷയിലും വ്യൂവേഴ്സ് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് MS സൊല്യൂഷൻസിൻ്റെ ലൈവുകളിലും കണ്ടന്റ് വീഡിയോകളിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചിന്താഗതി ഉണ്ടായേക്കാം. അങ്ങനെ എനിക്കറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു, MS നീ സൂക്ഷിച്ചോ, നിനക്കെതിരെ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട്.
നിന്നെ തകർക്കുക, അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ളൊരു ടാർഗറ്റായിരിക്കും വരുന്നത്, നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്നാൽ അയാളുടെ അതേ പൊസിഷനിലിരിക്കുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, എന്നോട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു, MSA അടുത്തത് നീയാണ് ടാർഗറ്റ്. ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരട്ടെ എന്ന്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമിൽ MS സൊല്യൂഷൻസിനെ കുട്ടികൾ വിശ്വസിക്കുന്ന ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആരോ ആവട്ടെ, അത് പബ്ലിക്കായിട്ടുള്ള വൻകിട പ്ലാറ്റ്ഫോമുകളാകട്ടെ, അല്ലെ മറ്റു പലരുമാകട്ടെ, എന്തായാലും വലിയൊരു ടീം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തിനാണ് MSനെതിരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടായേക്കാം. സിമ്പിളായിട്ട് പറയാം, ഇത്രയും കൺകറന്റ് കുട്ടികൾ വരുന്ന സമയത്ത് മറ്റ് പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് ഇത്രയും വ്യൂവേഴ്സ് കൂടുമ്പോൾ അവരുടെ അഡ്മിഷൻസിൻ്റെ ലെവൽ കുറയും. ഏകദേശം 10,000-ഓളം കുട്ടികളായിരിക്കും അവർക്ക് വരും വർഷത്തേക്ക് നഷ്ടപ്പെടാനുള്ളത് അഡ്മിഷൻസ്. 10,000 കുട്ടികളുടെ അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ റേറ്റുകൾ വെച്ച്, അവരുടെയൊക്കെ ബാച്ചിൻ്റെ എമൗണ്ടുകൾ വെച്ചിട്ട് ഏകദേശം 20 മുതൽ 30 കോടി രൂപ വരെ വരാം. അതായത് MS സൊല്യൂഷൻ എന്ന് പറയുന്ന SSLCയുടെ ഒരു യൂട്യൂബ് ചാനൽ കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് 30 കോടിക്ക് മുകളിലുള്ള ഒരു സംഖ്യയായിരിക്കും. അതിനാരെങ്കിലും റെഡിയായി നിൽക്കോ? സ്വാഭാവികമായിട്ടും ആ നഷ്ടം ഇപ്പോഴേ നികത്തണം. എങ്ങനെയാണ് നികത്തുക? MS ലൈവ് ചെയ്യരുത്, അല്ലെങ്കിൽ MSൻ്റെ ചാനലുകളിൽ വീഡിയോകൾ പോകരുത്, അതുമല്ലെങ്കിൽ കുട്ടികൾക്ക് ട്രസ്റ്റ് വരരുത്. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനവർ ചെയ്ത പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ഓൺലൈനിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മളെ യൂട്യൂബ് ചാനലുകളിൽ ക്ലാസ്സുകൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ആൾക്കാരിലൂടെ ആൾക്കാർ അതാരും ആവാം, ടീച്ചേഴ്സ് ആകാം, അല്ലെ നിങ്ങളുടെ കോച്ചിങ് സെൻ്ററിലെ അധ്യാപകരാകാം, സ്കൂളിലെ പ്രിൻസിപ്പൾമാരാവാം, ആരും ആവാം. അവരിലൂടെ എന്ത് ചെയ്യുക? MS സൊല്യൂഷൻസിനെതിരെ സംസാരിപ്പിക്കുക. അത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളിത് പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യരുത്, പ്രഡിക്ഷൻ്റെ പിറകെ നിങ്ങൾ പോകരുത്, ആ ചാനലിലെ ലൈവ് നിങ്ങൾ കാണരുത്. മേ ബി ഈ ഓണപ്പരീക്ഷയ്ക്കും കഴിഞ്ഞ മാർച്ചിലൊക്കെ, കഴിഞ്ഞ കൊല്ലം തൊട്ടേ പറയുന്നത് പല മീറ്റിങ്ങുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, MS സൊല്യൂഷൻസിൻ്റെ ലൈവ് കാണരുത്, കുട്ടികൾ അങ്ങനെ ലൈവ് കണ്ടിരിക്കരുത് എന്നൊക്കെ. എന്തുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ പോലും ഇവർക്ക് പറയാനൊരു മടി ഉണ്ടാകുന്നു? ഇനി എല്ലാം പോട്ടെ, ഈ ഓണപ്പരീക്ഷാ സമയത്ത് 35,000-ഓളം വ്യൂവേഴ്സ് കിട്ടിയ ഓണപ്പരീക്ഷാ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ച് വരികയും കളക്ടറേറ്റിലടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് MS സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറ്റ് പല ഓഫ്ലൈൻ കോച്ചിങ് സെൻ്ററുകളുടെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു. 3-4-5 ദിവസങ്ങൾക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തു, എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ വരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ ചെന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ മൊഴികളും അദ്ദേഹം എഴുതിയെടുത്തു, രേഖപ്പെടുത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മൊഴിയിൽ അവിടെ എഴുതാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പരാതിയിൽ നിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ, മറ്റ് പേരുകളൊന്നും തന്നെയില്ല. ഓണപരീക്ഷാ സമയത്ത് ഫേസ്ബുക്കിലും പല രാഷ്ട്രീയ നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം MS സൊല്യൂഷൻ എന്ന പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പല പ്ലാറ്റ്ഫോമുകളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഒഫീഷ്യലായിട്ടൊരു പരാതി പോയപ്പോൾ അതെങ്ങനെ MS സൊല്യൂഷൻ എന്ന പേര് മാത്രമായി മാറി? മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ എവിടെ? നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, MS സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്നെ ആർക്കും എന്തും ചെയ്യാം, ആർക്കും എന്തും പറയാം. മറ്റതൊക്കെ വലിയ പ്ലാറ്റ്ഫോമുകളാണ്, അവർക്ക് പിന്നിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വലിയ പിടിപാടുകൾ ഉണ്ടായിരിക്കാം. ഞാനൊരു സാധാരണ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിക്കാരൻ. 2018-19 കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി. 2020 കൊറോണ സമയത്ത് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു 40% പഠിച്ചാൽ A+ കിട്ടുന്ന ഒരു പാഠ്യപദ്ധതി ഇറക്കുകയും 2 മാസം കൊണ്ട് കുട്ടികൾ സ്കൂളുകളിൽ പോയി പഠിക്കുകയും മാർച്ച് മാസത്തിൽ
ഏപ്രിൽ മെയ് മാസങ്ങളിൽ പരീക്ഷകൾ നടത്തിയിട്ട് അതിൽ നിന്ന് 1.5 ലക്ഷത്തോളം 1,25,000 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുമ്പോൾ ഈ സിസ്റ്റം ശരിയാവുകയില്ലല്ലോ എന്ന് സംസാരിച്ച ആൾ തന്നെയായിരുന്നു ഞാൻ. ആ 2 മാസത്തിൽ സ്കൂളുകളിൽ പോയി എക്സാം എഴുതിയ, അല്ലെങ്കിൽ മെയിൻ എക്സാം എഴുതിയ 2020-21 എക്സാം എഴുതിയ പല കുട്ടികൾക്കും കൊറോണകൾ പോസിറ്റീവായിട്ടും ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 2021 കഴിഞ്ഞ് 22 വന്നു ഫോക്കസ് ഏരിയ പ്ലസ് നോൺ ഫോക്കസ് ഏരിയ. ഫോക്കസ് ഏരിയ പഠിച്ചാൽ B+, നോൺ ഫോക്കസ് ഏരിയ പഠിച്ചാൽ A+. പക്ഷേ 2022 കുട്ടികൾക്ക് സ്കൂളുകൾ തുറന്നത് ഒക്ടോബർ നവംബർ മാസത്തിലായിരുന്നു. കേവലം 4-5 മാസം കൊണ്ട് കംപ്ലീറ്റ് പുസ്തകത്തിൻ്റെ എല്ലാ 96 ചാപ്റ്റേഴ്സുകളും പഠിച്ചെടുത്തുകൊണ്ട് A+ വാങ്ങേണ്ട ഒരു ഗതിയിലേക്ക് വന്നു. അപ്പോഴും കുട്ടികളുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് MS സൊല്യൂഷൻസ്. അന്ന് ആരും സംസാരിച്ചിട്ടില്ല. പ്ലാറ്റ്ഫോമുകളുണ്ട്, പല ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ആരും സംസാരിച്ചതായിട്ട് എനിക്കറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൂടെ അങ്ങനെ അധികം ആരും സംസാരിക്കപ്പെട്ടിട്ടില്ല. ഒരു വ്ളോഗേഴ്സും ചർച്ച ചെയ്തിട്ടില്ല, ഒരു വിദ്യാഭ്യാസ വാർത്താ ചാനലുകളും അത് സംപ്രേഷണം ചെയ്തിട്ടില്ല, ഒരു മീഡിയകളും അത് ചർച്ച ചെയ്തിട്ട് പോലുമില്ല. അന്ന് MS മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്നെ ഫോളോ ചെയ്യുന്ന ഇപ്പോഴും ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അന്തകാലം MS എത്രയായിരുന്നു ആ ചാനലുകൾക്കെന്ന്. അത് കഴിഞ്ഞ് കൊറോണ സമയത്ത് പരീക്ഷകൾ നടത്തിയപ്പോൾ കേവലം ഒന്ന് പറയുക പോലും ചെയ്യാതെ നോൺ ഫോക്കസ് ഏരിയ കൂടി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി കുട്ടികളുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചെയ്തു. അങ്ങനെ കുട്ടികൾ വളർത്തി തന്ന് 1 മില്യൺ എന്ന് പറയുന്ന ഒരു ചരിത്ര നേട്ടം നേടാൻ ഈ ചാനലിന് കഴിഞ്ഞു. അതിനുശേഷം MS സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നു. അതിലേക്ക് നല്ലവരായ അധ്യാപകരെ ക്ഷണിക്കുന്നു, ഒരൽപ്പം സ്റ്റാഫുകൾ വരുന്നു. ഇന്ന് കേവലം ഒരു 50ഓളം ആൾക്കാർ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ഫാമിലി പോലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കാൻ MS സൊല്യൂഷൻസിന് കഴിഞ്ഞത് കേവലം ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടും നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ടും നിങ്ങളുടെ എന്നോടുണ്ടായിരുന്ന ഒരു ബന്ധം കൊണ്ടുമാണ്. ആ സ്നേഹവും ആ സാഹോദര്യ ചുറ്റുപാടുകളും നിങ്ങളെനിക്ക് തന്നപ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചു തരേണ്ടതല്ലേ? നല്ലവരായ അധ്യാപകരെ കൊണ്ട് എത്രയോ പേര് ഇവിടെ ഫ്രീ ആയിട്ട് വന്ന് ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട്. ഡെമോ എടുക്കാൻ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, നല്ല നല്ല അധ്യാപകർ. പല പ്ലാറ്റ്ഫോമുകളിലും എനിക്ക് ഭയങ്കര വർക്ക് പ്രഷറാണ്, MS സൊല്യൂഷൻസിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രഷർ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് വന്ന് ഡെമോ എടുത്ത നല്ല എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഈ ഒരു സമയത്ത്, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ മൗനം പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് നിയമ നടപടികൾക്കും ഞാനും എൻ്റെ പ്ലാറ്റ്ഫോമും എല്ലാം റെഡിയാണ്. ഇതിനെ നിയമപരമായി തന്നെ അനുകൂലിക്കാൻ, അതായത് എന്ത് വന്നാലും അതിനെ എന്താ പറയുക, അതുമായി അംഗീകരിച്ചു പോകാൻ ഞാൻ റെഡിയാണ്, സഹകരിക്കാൻ റെഡിയാണ്. എന്ത് കാര്യങ്ങൾക്കും ഞാൻ റെഡിയാണ്. കാര്യം നിയമപരമായി തന്നെ ഇത് തെളിയിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് MS സൊല്യൂഷൻസിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഷുഹൈബ് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇപ്പം നടക്കുന്ന ഇത്തരം വാർത്താമാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ നടപടികൾക്ക്, കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കെല്ലാം സഹകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഞങ്ങളിൽ വിശ്വാസമുണ്ട് എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു വലിയ വിദ്വേഷത്തിലേക്കോ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും പോകരുത്. നിയമം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ, കേസന്വേഷണങ്ങൾ വരട്ടെ. അതുമായി ഏത് തരത്തിലും സഹകരിക്കാൻ MS റെഡിയാണ്. തീർച്ചയായിട്ടും ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും ഇനിയും ഇതുപോലെയുള്ള മറ്റ് പല വാർത്തകളും വരുമ്പോൾ MS സൊല്യൂഷൻസിനെ അറിയുന്ന കുട്ടികളും രക്ഷിതാക്കളും MSനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.